40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിന് തുല്യമാണ്. സമചതുരത്തിൻ്റെ വശം കാണുക. ഇത് 28/4/25 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ പരീക്ഷയുടെ ചോദ്യമാണ്. ഈ 40 മീറ്റർ നീളം, അതായത് ലെങ്ത്ത് 40 മീറ്റർ, 30 മീറ്റർ വീതി, ബ്രെഡ്ത്ത് 30 മീറ്റർ, ചതുരം എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ, സമചതുരം പറഞ്ഞാൽ സ്ക്വയർ. നമുക്ക് ആദ്യം ചതുരത്തിൻ്റെ കാര്യം എടുക്കാം. റെക്റ്റാങ്കിൾ, ചുറ്റളവ്, പെരിമീറ്റർ. സൂത്രവാക്യം എന്താ? 2 × L+B, 2 × നീളം പ്ലസ് വീതി. നമുക്കത് കാണാം. 2 × നീളവും വീതി എന്ന് പറഞ്ഞിട്ട് 40 കൂട്ടണം 30, 2 × 40 30 കൂട്ടിയ 70, 2 × 70 140 മീറ്റർ. നമുക്ക് എന്ത് കിട്ടി? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ കിട്ടി, ചതുരത്തിന് ചുറ്റളവ്. ഇനി എന്താ പറയണത്? ചതുരത്തിന് ചുറ്റളവ് ഒരു സമചതുരത്തിന് ചുറ്റളവിന് തുല്യമാണ്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് സമചതുരത്തിന് ചുറ്റളവിന് തുല്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമചതുരത്തിൻ്റെ കാര്യം എടുക്കാം. സ്ക്വയർ, ചുറ്റളവ് തന്നെ എടുക്കണം, കാരണം ചുറ്റളവ് തുല്യമാണെന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് 140 എന്ന് എഴുതി. ഇനി സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം 4 × വശമാണ്. കാരണം സമചതുരത്തിൻ്റെ എല്ലാ വശങ്ങളും തുല്യമാണ്. അതുകൊണ്ട് വശം 4 വശങ്ങളും കൂട്ടുക, അതായത് 4 × വശം, അതാണ് 140. നമുക്ക് വശം കാണാൻ എന്ത് ചെയ്യാം? 140/4 ഹരിക്കുമ്പോൾ 3×4 12, ശിഷ്ടം 2 20, 14 20. സമചതുരത്തിൻ്റെ വശം 35 മീറ്റർ. നമ്മുടെ ചോദ്യം സമചതുരത്തിൻ്റെ വശം കാണാനായിരിക്കുന്ന ഉത്തരം 35 മീറ്റർ.